ഹായ് ഹലോ വെൽക്കം ടു ബെഞ്ചാര ഈറ്റോൾ ക്ലബ്. നമുക്ക് ഇന്ന് ബെഞ്ചാരില് 2 ഗസ്റ്റ് ഉണ്ട്. അവരവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവരെന്താ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഒളിഞ്ഞു കേട്ടിട്ട് വരാം. അവിടെ ഞാൻ ഇന്നലെ ഒരു അടിപൊളി പോർക്കോസ് കഴിച്ചു കേട്ടോ. അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും എന്റെ വായിലുണ്ട്. കിഡിലും മസാല. നീ എന്താണെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അത് കേട്ടോ. നീ പന്നിയിറച്ചി കഴിച്ചു അല്ലേ? ഞാൻ പന്നിയിറച്ചി കഴിക്കാറില്ല ബ്രോ, സോറി. അത് നീ കളിയാക്കണ്ട. അത്ര പന്നിയിറച്ചി ന്യൂട്രിയന്റ് ആണ്. അതിൽ പ്രോട്ടീൻസ് ഉണ്ട്, ബി വിറ്റമിൻസ് ഉണ്ട്, സിങ്ക് ഉണ്ട്. പിന്നെ നമ്മുടെ മസിൽ ഗ്രോ ചെയ്യാനായിട്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാം പന്നിയിറച്ചി ഹെൽപ്ഫുൾ ആണ്. ഓക്കെ 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 പന്നിയിറച്ചി ന്യൂട്രിയന്റ് ആണ്, അത് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ അതിന്റെ കൂടെ വരുന്ന കൊളസ്ട്രോള്, സാച്ചുറേറ്റഡ് ഫാറ്റ്, ഇനിയിപ്പോ നമ്മളത് പ്രോപ്പർ ആയിട്ട് അല്ല കുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ വരുന്ന പെസ്റ്റിസൈഡ്സ്, ഹാർട്ട് പ്രോബ്ലംസ്, നമുക്കിനി ഡൈജസ്റ്റീവ് ഇഷ്യൂ വരെ ഉണ്ടാവാം. റിസ്ക് എടുക്കാൻ ഞാനില്ല. എടാ, എല്ലാരും പറയുന്ന കേട്ടിട്ട് ഞാനും കുറച്ച് റിസർച്ച് നടത്തി നോക്കി. പന്നിയിറച്ചി നമ്മൾ ശരിയായ രീതിയിലാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡേഞ്ചറസ് ആസ് പീപ്പിൾ സേ. ലീൻ കട്ട്സ്, ക്ലീൻ കുക്കിംഗ്, ഇനി ബാലൻസ്ഡ് പോർഷൻ ഒക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ന്യൂട്രിയൻ. ഓക്കെ, ബട്ട് ഈവൻ ടുഡേ നീ പുറത്തുനിന്ന് കഴിക്കുന്ന പോർക്ക് അണ്ടർ കുക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ടെർച്ചിനോസിസ് എന്ന പെസ്റ്റിസൈഡ് ഉണ്ടെന്ന് പ്രൂവൺ ഫാക്ട് ആണ്. പിന്നെ ഇത് റെഗുലർ ആയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവർ പോലുള്ള ഓർഗൻസിന് ഉറപ്പായിട്ടും പണി കിട്ടും. അതൊക്കെ ശരിയാണ്, പക്ഷെ വൺസ് എ വൈലൊക്കെ കഴിക്കുന്നത് അത്രയ്ക്ക് ഡേഞ്ചറസ് ആണോ? ഓക്കെ ആണ്, പക്ഷെ നിന്നെ പോലുള്ള പലരും ഒരു ബാലൻസ്ഡ് പോർഷൻ ഒന്നും അല്ല കഴിക്കുക. അവര് ഇപ്പൊ നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സ് നിറയുന്നവരെ കഴിക്കും. ഓക്കെ, ബട്ട് ഫുഡ് ഈസ് ഓൾസോ എ കൾച്ചർ എന്നല്ലേ? ഇപ്പൊ നീ നോക്കുവാണെങ്കിൽ മിസോറാം, ഗോവ, നാഗാലാൻഡ്, ഇവിടെയൊക്കെ പോർക്ക് ഒരു വലിയ ആഘോഷം തന്നെയാണ്. സോ റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ചോയ്സ് ആൻഡ് ഈറ്റ് റെസ്പോൺസിബിളി. ദാറ്റ്സ് ദ പോയിന്റ് വെച്ചാ. കഴിക്കാൻ പോകുന്നവര് അവരവരുടെ ഇഷ്ടത്തിന് കഴിക്കട്ടെ. പിന്നെ കഴിക്കാൻ പോകുമ്പം അത് ഹൈജീൻ ആണോ, വൃത്തിയായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഐ ലവ് പോർക്ക്. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഇന്ന് നീ എനിക്ക് മന്തി മേടിച്ചു തന്നേ പറ്റുള്ളൂ. അതൊക്കെ ഓക്കെ, പക്ഷെ ചെസ്റ്റ് പീസ് എനിക്ക് വേണം.